ിന്റെ 6ാമത്തെ ദിവസത്തേക്ക് ഏവർക്കും സ്വാഗതം. വായന വാക്കുകൾക്ക് സൗന്ദര്യവും ചിന്തകൾക്ക് തെളിച്ചവും നൽകുന്നുവെങ്കിൽ വായനയെ ചേർത്ത് വെക്കാൻ നാം എന്തിന് മടി കാണിക്കണം? നന്മയുടെ ശീലമായി വായന എന്നും കൂടെ ഉണ്ടാവട്ടെ. നല്ല ചങ്ങാതിമാരായി പുസ്തകങ്ങളും. ഇന്നത്തെ മനോഹരമായ ദിവസത്തിൽ പ്രോഗ്രാം നിയന്ത്രിക്കുന്നത് തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്റ്റുഡൻസ് ഫോറം ഡയറക്ടറും തൃശൂർ സ്വദേശിയും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സിവിൽ HOD ആയി റിട്ടയർ ചെയ്ത ശ്രീമതി ഉഷ അവർകളാണ്. ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനർ എന്ന നിലയിലും യൂത്തിനെ എംപവർമെന്റ് ചെയ്യണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നുള്ള നിലയിലും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഉഷ ടീച്ചറെ ഈ പ്രോഗ്രാം നിയന്ത്രിക്കുന്നതിനായി ക്ഷണിക്കുകയാണ്. ടീച്ചർ, ഓവർ ടു യു. പുസ്തകോത്സവം കേൾക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള ഓരോ മഹത് വ്യക്തികളെയും സ്നേഹത്തോടെ, സന്തോഷത്തോടെ, ഏറെ ബഹുമാനത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾ പുസ്തക പ്രേമികളായതുകൊണ്ട് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് വളരെയധികം ഉറപ്പുണ്ട്. ഉറപ്പില്ല, യൂത്തിനെ ഒട്ടും അറിയാത്തതാണ് എന്ന് തോന്നുന്നു. എങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാം, പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഏറ്റവും നല്ല ഒരു ഉദ്ദേശമായിട്ടുള്ള ഈ പ്രോഗ്രാം ഒത്തിരി വായനപ്രേമികളെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും തന്നെ സംശയമില്ല. നമ്മളുടെ ഇന്ന് ലഹരി വിരുദ്ധ ദിനമാണ്. ഇന്ന് സിറ്റി പോലീസ് ഒത്തിരി പണ്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ലഹരി ചിറ്റിശ്ശേരിയിലുള്ള ഒരു ചൂളയിലിട്ട് എരിയിച്ച ഒരു ദിവസമാണ്. നെഗറ്റീവായിട്ടുള്ള ലഹരിയെ ഉപേക്ഷിച്ചുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള നമ്മുടെ പുസ്തക ലഹരി പോലുള്ള ലഹരികളിലേക്ക് നമ്മുടെ കൊച്ചുമക്കളും മറ്റെല്ലാവരും തന്നെ എത്തിപ്പെടാനായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. അതിന് നിമിത്തമാകാൻ പോസിറ്റീവ് കമ്മ്യൂൺ എന്നും നിങ്ങൾക്ക് സഹായിയായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ആണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വേണ്ടി പുസ്തകം അവതരിപ്പിക്കുന്നത് തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ മെന്റർ കൂടിയായിട്ടുള്ള ശ്രീ ഡിക്സൺ സാറാണ്. സാറ് തൃശൂർ സ്വദേശിയാണ്. അദ്ദേഹം സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്നു. അതിനു മുമ്പ് സെൻട്രൽ ഗവൺമെന്റിലെ ദീർഘകാലമായിട്ട് അദ്ദേഹം ഒരു ജോലിക്കാരനായിരുന്നു. അതിനുശേഷം റിട്ടയർ ആയി തിരിച്ചു നാട്ടിലെത്തിയ ശേഷം സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നു. ട്രെയിനിങ് മേഖലയിൽ മികച്ച ക്ലാസ്സുകൾ നൽകുന്ന ഒരു നല്ല പുസ്തക വായനക്കാരൻ കൂടിയാണ് ഡിക്സൺ സാറ്. അദ്ദേഹം തൃശൂർ പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു മികച്ച ട്രെയിനറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. തൃശൂർ സ്വദേശിയാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ പുസ്തകം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള ഡിക്സൺ സാർ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഡിക്സൺ സാർ, സ്വാഗതം സാർ. Thank you very much. Thank you very much. Thank you. So a very warm good evening to all, one and all who are present on this virtual platform on the 6th day of a month-long webinar or book review series. It's happening. It's the 6th day today. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഒരു വായന പുതുകികളാണ്, അല്ലെങ്കിൽ വലിയൊരു അനുവാചക സംഘമാണ് എന്നെ ശ്രമിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് 100-നോടടുത്ത് ഉള്ള ഒരു വലിയൊരു സംഖ്യ ആളുകള് ദിനം പ്രതി ഇതിനകത്ത് വന്ന് കരുതി ശ്രവിക്കുവാനും ഒക്കെ, പലതരം ബുക്കുകളെ കുറിച്ച് ശ്രവിക്കുവാനും ആ ചർച്ചകൾ ഏർപ്പെടാനും ഒക്കെ താല്പര്യം കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ബുക്കിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇവിടെ കൂടിയിരിക്കുന്ന പരശതം ആളുകളിൽ ചിലരെങ്കിലും നമ്മുടെ രാജ്യത്തിന്റെ കിഴക്കേ അറ്റത്തുള്ള കൽക്കട്ട അഥവാ ഇന്നത്തെ കൊൽക്കത്ത നഗരം സന്ദർശിച്ചിട്ടുള്ളവർ ചുരുക്കമെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നിങ്ങൾ ആരെങ്കിലും പലരും അത് സന്ദർശിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ ഗ്രൂപ്പിൽ കൽക്കട്ടയിൽ ജോലി ചെയ്തവരോ അല്ലെങ്കിൽ കൽക്കട്ട നഗരം എപ്പോഴെങ്കിലും ജീവിതത്തിൽ സന്ദർശിച്ചവരോ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട് സാർ. ഉണ്ട് 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 25 പേരുടെ ഗ്രൂപ്പിൽ ഒരു 10 പേരെങ്കിലും ചുരുങ്ങിയ പക്ഷം ആ നഗരം സന്ദർശിച്ചിട്ടുണ്ടായിരിക്കും. ഞാനും ആ നഗരം പലകുറി സന്ദർശിച്ചിട്ടുണ്ട്. ഔദ്യോഗികമായിട്ടുള്ള പല കാര്യങ്ങളിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ആ നഗരത്തിന്റെ വലിയ പ്രൗഢി ഉള്ളിൽ മുമ്പിൽ കാണുന്ന ആ ഒരു പ്രൗഢിയിൽ മാത്രമാണ് എൻ്റെ സന്ദർശനങ്ങളൊക്കെ ഒതുങ്ങി നിന്നിരുന്നത്. എന്നാൽ അതിനപ്പുറത്ത് ഈ നഗരത്തിന്റെ മറ്റൊരു ചിത്രം ഉണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ വിസ്മരിക്കുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന ബുക്ക്. ആ ബുക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ സ്ക്രീൻ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊള്ളത്. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. പ്രഭാകരൻ സർ. എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? താങ്ക് യു. അപ്പോൾ ഇന്നത്തെ ഈ വായനോത്സവം ഞാൻ തുടങ്ങുന്നത് ഈ 1980 തുടക്കത്തിലെ 90 ആദ്യഘട്ടം വരെയുള്ള കൽക്കട്ട നഗരത്തിന്റെ ചില ചിത്രങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നത്. പ്രാന്തപ്രദേശത്തെ, നഗരത്തിന്റെ ഇതുമായിട്ടുള്ള നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തെ ചില ചിത്രങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ ചിത്രങ്ങൾക്ക് ഈ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ചിത്രങ്ങൾക്ക് എത്രമാത്രം വ്യതിയാനം വന്നിട്ടുണ്ടെന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നഗരം വലുതായിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ നഗരത്തിന്റെ അഴുക്കും നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളും അതുപോലെ തന്നെ വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏതൊരു മഹാനഗരത്തിന്റെയും വൈരുദ്ധ്യം. അപ്പോൾ ഈ മഹാനഗരത്തിന്റെ ഭാഗത്തുള്ള ഒരു ആനന്ദ് നഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേരി പ്രദേശം, എല്ലാ നഗരങ്ങൾക്കും അതിന്റെ സമാന്തരമായിട്ടുള്ള ഒരു ചേരി ഉണ്ടാകുന്നുണ്ട്. ഒരു 25 കൊല്ലത്തോളം ഒരു നഗരവാസിയായിരുന്ന എനിക്ക്, ഡൽഹി മഹാനഗരവാസിയായിരുന്ന എനിക്ക് ഈ നഗരത്തിന്റെ ചുറ്റുമുള്ള ചേരികളെ കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. അതുപോലെ കൽക്കട്ടയിലുള്ള ഈ ചേരി പ്രദേശങ്ങളും എനിക്ക് കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട് 2-3 പ്രാവശ്യം പോലെ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വസ്തുതയാണ്, ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പുസ്തകം മറ്റൊന്നുമല്ല, ദ സിറ്റി ഓഫ് ജോയ്, സന്തോഷത്തിന്റെ നഗരമെന്ന്. എപ്പോഴും ഈ പുസ്തകം പ്രസിദ്ധീകരണം ചെയ്യപ്പെട്ട 1985 ശേഷം കൽക്കട്ട അറിയപ്പെടുന്നത് ഇപ്പോഴും ദ സിറ്റി ഓഫ് ജോയ് എന്നാണ് അറിയപ്പെടുന്നത്. പല നഗരങ്ങളും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ ഇടതുവശത്ത് കാണുന്ന അതിൽ ആളുകളെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ ഈ കഥാകാരൻ അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്ന് പറയുന്ന. നോവൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി യഥാർത്ഥത്തിൽ ആ നഗരത്തിൽ അവിടെ ജീവിച്ച് 2 വർഷത്തോളം അവരുമായി ഇടപഴകി അവരിൽ ഒരുവനായി ജീവിച്ച് അങ്ങനെ കടന്നു വന്ന അതിനെക്കുറിച്ച്, അതിന്റെ നാഡീപിടിപ്പുകളെ എല്ലാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞു വന്ന് അതിന്റെ രേഖാചിത്രം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുകയാണ് ഈ പറഞ്ഞ ഡൊമിനിക് ലാപ്പിയർ എന്ന് പറഞ്ഞ ഫ്രഞ്ച് എഴുത്തുകാരൻ. 1975 ഈ ഫ്രഞ്ച് ഭാഷയിൽ ഈ ബുക്ക് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അതിനെ തുടർന്ന് ആ ബുക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തത് സ്പിങ്സ് എന്ന് പറയുന്ന കാതറിൻ സ്പിങ്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പരിഭാഷ എഴുത്തുകാരിയാണ് അത് പരിഭാഷപ്പെടുത്തിയത്. ഡൊമിനിക് ലാപ്പിയർ തന്നെ പറയുന്നുണ്ട്, ഫ്രഞ്ചിലെ എഴുതിയിട്ടുള്ളതിനേക്കാളും വളരെ വളരെ നല്ല രീതിയിലാണ് ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാര് അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലുള്ള ആളുകൾക്ക് മിക്കവർക്കും അത് ആസ്വദിക്കുവാനായിട്ട് വളരെയധികം കഴിഞ്ഞു എന്നുള്ളതാണ്. ഇംഗ്ലീഷിലായതുകൊണ്ട് ആ പുസ്തകത്തിന്റെ ഓരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മൾ അവിടെ കാണുന്ന ചിത്രങ്ങൾ, അതിന്റെ വിവരണം, ഇതെല്ലാം നമുക്ക് ഇതിന്റെ മറ്റൊരു ഫ്രഞ്ച് പതിപ്പില് ഓരോ ചാപ്റ്റർ പോകുമ്പോഴും അവിടെയുള്ള മുഖ്യമായിട്ടുള്ള ഒരു രംഗങ്ങളുടെ ചിത്രങ്ങൾ അതിൽ കൊടുത്തിരുന്നു. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ അങ്ങനെയില്ല. ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ വാങ്ങിച്ചത് പുസ്തകം നമ്മുടെ
ഒരു ലോക്കൽ പബ്ലിഷേഴ്സ് അല്ലെങ്കിൽ ഒരു പൈറേറ്റഡ് എഡിഷൻ വേണമെങ്കിൽ എന്ന് പറയാം, അതിലൊന്നും അങ്ങനെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇംഗ്ലീഷ് പരിഭാഷയിൽ ചിത്രം കുറവാണ്. എന്നാൽ ഫ്രഞ്ച് യഥാർത്ഥത്തിൽ 1985 പബ്ലിഷ് ചെയ്ത യഥാർത്ഥത്തിലുള്ള പുസ്തകത്തിൽ ആ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അവിടെ കണ്ടു പറഞ്ഞോ കേട്ടറിഞ്ഞോ പോയതല്ല, അവിടെ ഉള്ള ആളുകളുമായിട്ട് ആ ചേരിയിലെ ആനന്ദ് നഗർ എന്ന് പറയുന്ന ആ ചേരിയിലെ ആളുകളുമായിട്ട് ജീവിച്ച് അവരുടെ ദുഃഖങ്ങളിൽ, അവരുടെ സന്തോഷങ്ങളിൽ, അവരുടെ ആഘോഷങ്ങളിൽ അതിന്റെയൊക്കെ ഒരു ഭാഗമായി പങ്കെടുത്ത് അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം രക്തത്തിൽ ചാലിച്ച എന്നൊക്കെ പറയില്ലേ, അദ്ദേഹത്തിന്റെ ചിന്തയിൽ, അദ്ദേഹത്തിന്റെ വികാരങ്ങളിൽ, അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ ചാലിച്ചെടുത്ത വലിയൊരു കൃതിയാണ് ഇതെന്ന് ഒരിക്കലും വായിക്കാതെ പോകരുതെന്ന് ടൈംസും അതുപോലെ തന്നെ ലോകത്തിലെ മിക്ക പത്രമാധ്യമങ്ങളും ഒരു ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ ദ സിറ്റി ഓഫ് ജോയ് എന്നുള്ളത്. സുഹൃത്തുക്കളെ, ഇവിടെ ഇദ്ദേഹത്തിന്റെ ചില നോട്ടബിൾ വർക്ക്സ് കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കഥയിലേക്ക് വരാം. അദ്ദേഹം ലാരി കോളിൻസ് എന്ന് പറഞ്ഞ മറ്റൊരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു എഴുത്തുകാരനുമായിട്ട് ചേർന്നിട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈസ് പാരിസ്, ഓ ജെറുസലേം, ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്, ദ ഫിഫ്ത്ത് ഹോഴ്സ്മാൻ, ഈസ് ന്യൂയോർക്ക് ബേണിംഗ് എന്നുള്ളതും, അതുപോലെ തന്നെ ജാവിയർ മോർ എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരനുമായിട്ട് ചേർന്നിട്ടാണ് ദ സിറ്റി ഓഫ് ജോയ് ആൻഡ് 5 past midnight in ഭോപ്പാൽ എന്നുള്ളത്. ഈ സിറ്റി ഓഫ് ജോയിൽ ജാവിയർ മോറോയുടെ ഒരു കോൺട്രിബ്യൂഷൻ അത്ര വലുതല്ല എന്ന് വരികയും പൂർണ്ണമായിട്ടും ഇദ്ദേഹത്തിന്റെ കൃതി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതിലെ പല പരിഭാഷകളിലൊക്കെ ഇദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് കോതേടുന്ന അവിടെ വെക്കുവാൻ കാരണം. അപ്പൊ സിറ്റി ഓഫ് ജോയ് സത്യത്തിൽ പൂർണ്ണമായും അദ്ദേഹത്തിന്റെ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ സിറ്റി ഓഫ് ജോയിനെ കുറിച്ച് പറയുന്ന സമയത്ത്, ഈ കഥയിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, ഒരു 500 ചില്ലാൻ പേജുള്ള ഒരു പുസ്തകമാണ്. പക്ഷെ ഈ 500 ചില്ലാൻ പേജില് അത് ഒരുപാട് വിസ്തൃതി ഉണ്ടെന്ന് വരികിലും ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു ചുരുക്കം ഉള്ള ചില കഥാപാത്രങ്ങളെ സെന്റേഡ് ആണ്. അവരിലാണ് ഇത് പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അതിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള ആളാണ് ഹസാരി പാൽ എന്ന് പറയുന്ന ഒരു റിക്ഷാപ്പുള്ള. അദ്ദേഹം ഒരു കർഷകനാണ്. ആ കർഷകൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ വരൾച്ച വന്നപ്പോൾ, ഉൾഗ്രാമത്തിൽ വരൾച്ച വന്നപ്പോൾ ജോലി തേടി ഉപജീവനത്തിനായിട്ട് ഫാമിലിയും തന്റെ വൈഫായിട്ടുള്ള ഭാര്യ കമലയുമൊത്ത് കൽക്കട്ട നഗരത്തിലേക്ക് ചേക്കേറുകയാണ്. അപ്പോൾ ഏതൊരു നഗരത്തിലേക്ക് വന്നാലും അതിൽ ഏറ്റവും ആദ്യം കിട്ടുന്ന ഒരു തൊഴിലാണെന്ന് റിക്ഷാപ്പുള്ളി. ഒരുപക്ഷെ സൈക്കിൾ റിക്ഷ, ചവിട്ടിക്കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് മനുഷ്യനെ ഇരുത്തി കൊണ്ടുപോകുന്ന ഒരു റിക്ഷയാണത്. ഡൽഹിയിലുള്ള പല നഗരങ്ങളിൽ ഞാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഡൽഹിയിലൊക്കെ സൈക്കിൾ റിക്ഷയാണ്. അത് പ്രത്യേകിച്ച് ഓൾഡ് ഡൽഹി, അത് ന്യൂഡൽഹിയിലേക്ക് വരാൻ സാധിക്കില്ല. പക്ഷെ അതുപോലെ ഇവിടെയും അതുപോലെ തന്നെ ഈ ആനന്ദ് നഗർ എന്ന് പറയുന്ന ഉൾനാടൻ നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തിൽ സൈക്കിൾ റിക്ഷ, ആളെ ഇരുത്തി വലിച്ചു കൊണ്ടുപോകുന്ന സൈക്കിൾ റിക്ഷ. അവിടെ കാണുന്ന മറ്റൊരു കഥാപാത്രമാണ് ഈ പറഞ്ഞ കമല എന്ന് പറയുന്ന ഭാര്യ. അവിടെ നടുവിലിരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ളത് ഈ ഒരു പ്രീസ്റ്റ് ആണ്. അദ്ദേഹം ഒരു കാത്തലിക് പ്രീസ്റ്റ് ആയിട്ടുള്ള ഫാദർ സ്റ്റീഫൻ കൊവാൾസ്കി എന്ന് പറയുന്ന ഒരു പ്രീസ്റ്റ്. അപ്പൊ അങ്ങനെ പിന്നെ ഒരു മാക്സ് ലേബോ, അങ്ങനെ പല കഥാപാത്രങ്ങളുണ്ട്. പക്ഷെ ഇവര് ഈ പറഞ്ഞ 2-3 കഥാപാത്രങ്ങളാണ് ഇതിൽ മുഖ്യ ആളുകളായിട്ടുള്ളത്. മറ്റൊരു കഥാപാത്രത്തിന്റെ പേരാണ്, മുഖ്യ കഥാപാത്രമാണ് മാക്സ് ലോബോ എന്ന് പറയുന്ന മറ്റൊരാൾ. ഈ കഥാപാത്രങ്ങൾ അവരുടെ അനുഭവങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഹസാരി പാൽ എന്നുള്ള വ്യക്തി, അദ്ദേഹം വളരെയധികം കഠിനാധ്വാനിയാണ്. സ്വന്തം കുടുംബത്തിന് വേണ്ടി വളരെ എല്ലുമുറിയെ പണിയെടുക്കും, നടുവൊടിയുന്നു വരെ പണിയെടുക്കും. ഇത് ഈ ദിവസം മുഴുവൻ സൈക്കിൾ രക്ഷ ചവിട്ടിയാൽ കിട്ടുന്ന വാഗ്ദാനം ചെയ്ത കൂലി ഒരിക്കലും ആളുകൾ കൊടുക്കാറില്ല. അവർ പലപ്പോഴും 1 രൂപ അല്ലെങ്കിൽ 2 രൂപ പറഞ്ഞാൽ അതിൽ ഒരു 25 പൈസ കുറവേ കൊടുക്കാറുള്ളൂ എന്നുള്ളതാണ്. അതിന് തല്ലുകൂടാറില്ല ഹസാരി പാൽ. ഏറ്റവും കൂടുതലായിട്ട് വലിക്കുന്നു, കുറവ് ഭക്ഷണം കഴിക്കുകയും ഏറ്റവും കൂടുതൽ സേവിക്കും. തന്റെ ഫാമിലിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു വെച്ച ഒരു ജീവിതമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു മധ്യവയസ്കനാകുമ്പോഴേക്കും അദ്ദേഹം രോഗഗ്രസ്തനായി മാറുന്നു. ആ രോഗഗ്രസ്തമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമില്ല. അപ്പോൾ ഇതൊക്കെ ഈ ഹസാരി പാലിലൂടെ അദ്ദേഹം ഈ ഡൊമിനിക് ലാപ്പരെ വരച്ചു കാണിക്കുന്നത് ഈ മൈഗ്രേറ്റഡ് ആയിട്ടുള്ള നഗരങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ തൊഴിലാളി വർഗം, അല്ലെങ്കിൽ ഈ ദരിദ്ര കർഷകരായിട്ടുള്ള വർഗം,
അവരവരുടെ കുടിയേറ്റ തൊഴിലാളികൾ അല്ലെങ്കിൽ കുടിയേറ്റ കർഷകരുടെ ജീവിതത്തിന്റെ ഒരു രേഖാചിത്രം, നേർരേഖാചിത്രമാണ് ഈ ഹസാരിപാൽ എന്നുള്ള വ്യക്തിയിലൂടെ വരച്ചത്. അവരുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി തന്നെ 45, അതിന് മുകളിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വസ്തുത. എന്തുകൊണ്ടെന്നാൽ ആ ഒരു 10-15 വയസ്സ് മുതൽ അവർ നടുവൊടിയുന്ന പണികളാണ് എടുക്കുന്നത്. സ്വന്തം ശരീരത്തിന് താങ്ങാവുന്നതിൽ കൂടുതലായിട്ട് ഭാരം എടുക്കുക. 10-25 കിലോ ഭാരമുള്ള ചില ഇതൊക്കെ 2 കൈയിലും തൂക്കിക്കൊണ്ടുപോകുന്ന അവർ പല തൊഴിലുകൾ ഏർപ്പെട്ടിരിക്കുന്നതാണ്. ഹസാരിപാൽ എന്നുള്ള വ്യക്തി സൈക്കിൾ രക്ഷ വലിക്കാൻ കാരണം എന്തുവാണെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് കിട്ടുന്നത് വന്നാൽ അന്ന് തന്നെ പണി സൈക്കിൾ രക്ഷ. ഇതിന്റെയൊക്കെ കോൺട്രാക്ട് അല്ലെങ്കിൽ മസ്താന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു സംഘം അവിടെയുണ്ട്. അവരാണ് ഈ സൈക്കിൾ രക്ഷയുടെ ഓടിപ്പിക്കുന്ന അവരുടെ ഓണേഴ്സ്. 10-15 സൈക്കിൾ രക്ഷ ഉണ്ടായിരിക്കും അവിടെയുള്ള ഒരു തലവന്. അവന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ സൈക്കിൾ രക്ഷ നമുക്ക് തരും. അവന് കൃത്യമായിട്ട് നമുക്ക് വാടകയ്ക്കാണ് സൈക്കിൾ രക്ഷ കിട്ടുന്നത്. ആ സൈക്കിൾ രക്ഷ കൊണ്ടുപോയി നമ്മൾ ഈ വരുന്ന ഹസാരിപാൽ ദിവസം മുഴുവൻ ചവിട്ടുകയും ആ ചവിട്ടിയിട്ട് അതിൽ കിട്ടുന്ന പൈസ ഇത്രയോ ഒരു ശതമാനം അതിന്റെ ഉടമസ്ഥന് കൊണ്ടു കൊടുക്കണം. അതാണ് അവിടുത്തത്. അന്ന് ഹസാരിപാലിന് അന്ന് എന്തെങ്കിലും അസുഖമുണ്ടെന്ന് വരികിലും ആ പൈസ അവിടെ എത്തിച്ചിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അവസ്ഥ. അപ്പോൾ പലപ്പോഴും ഈ സൈക്കിൾ ചവിട്ടിയിട്ട് ആ സൈക്കിൾ തലേ ദിവസം അനാരോഗ്യം മൂലം സൈക്കിൾ ചവിട്ടാൻ പറ്റാതിരുന്ന ുള്ള കടബാധ്യത പോലും തീർക്കേണ്ട ഒരു അവസ്ഥ ഹസാരിപാലിന് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അവന്റെ ആ ഒരു ചൂഷണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലം, അതിന്റെ ഉടമസ്ഥര്, അത് ആരുടെയും ഒന്നുമില്ല. ഒരു പുറമ്പോക്ക് ഭൂമിയിലാണ് താമസിക്കുന്നത്. പക്ഷെ അവിടെ ഒരു ഗുണ്ടാ പിരിവിന് അല്ലെങ്കിൽ ഹസ്താൻ പിരിവിന് വരുന്ന ഒരു ചില ലോക്കൽ ഗുണ്ടകളുടെ ഒരു ചൂഷണം, ഇതൊക്കെയിലൂടെയൊക്കെയാണ് അവരുടെ ചൂഷണം. അതിന്റെ ഇടയിലേക്കാണ് ഈ രണ്ടാമത്തെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ഫാദർ സ്റ്റീഫൻ കൊളോവ്സ്കി അവിടെ കടന്നു വരുന്നത്. അദ്ദേഹം ഒരു ഇത് പറഞ്ഞ പോലെ മിഷണറി പ്രവർത്തനത്തിനായിട്ടാണ് അവിടെ വരുന്നത്. പക്ഷെ അവരുടെ അദ്ദേഹം കണ്ടറിഞ്ഞ അവരുടെ ആ ഒരു ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും മോശപ്പെട്ട അവസ്ഥ കണ്ടിട്ട് അവർ പുഴുക്കളെ പോലെ ജീവിക്കുന്നു എന്നുള്ളത് കണ്ടിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും അവർ താങ്ങും തണലുമായി തീരണം എന്നുള്ള ഒരു പ്രതിജ്ഞ തന്നെ അദ്ദേഹം എടുക്കുകയാണ്. അദ്ദേഹവും അവരുടെ കൂടെ ഒരർത്ഥത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റീഫൻ കൊളോവ്സ്കി തന്നെയല്ലേ ഡൊമിനിക് ലാപ്പറെ? എന്തുകൊണ്ടെന്നാൽ ഫാദർ സ്റ്റീഫൻ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഇവരുടെ കൂടെയാണ്. അദ്ദേഹം അവരോട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളിൽ ഒരാളാണ്, അവരുടെ ഒരു ബിഗ് ബ്രദർ. ഈസ് ദേർ ആൻ എക്കോ സിനേഷ് ജി? എക്കോ ഉണ്ട് സർ. You are able to listen to me properly, isn't it? Right? അപ്പോൾ ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രീസ്റ്റ് അദ്ദേഹം അവരുടെ കൂടെ ജീവിക്കുന്നു, അവരിൽ ഒരുവരാ ജീവിക്കുന്നു, അവരുടെ കൂടെ പട്ടിണി കിടക്കുന്നു, അവരുടെ കൂടെ രോഗബാധിതനായി തീരുന്നു. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം ശുശ്രൂഷിക്കുന്ന അവിടെ ഈ കുഷ്ഠരോഗികളായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം താമസിക്കുന്ന ചെറിയൊരു വിഭാഗമുണ്ട്. അവര് ഔട്ട്കാസ്റ്റ് അല്ല, ഇതര കൂട്ടത്തിൽ തന്നെ അവര് മറ്റൊരു ചെറിയൊരു വഴിയില് ഈ ഗലിയുടെ ആനന്ദ് നഗർ എന്ന് പറയുന്ന ഈ ചേരിയുടെ മറ്റൊരു ഭാഗത്ത് ഈ കുറച്ച് കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ, ആരാലും നോക്കപ്പെടാത്ത വ്രണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുള്ള ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടെ ഈ ഫാദർ സ്റ്റീഫൻ ചെന്ന് അവരെ വ്രണങ്ങൾ വെച്ച് കിട്ടുകയും അവരിൽ അവരിലൊരു രോഗിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് ഇതിൽ കാണുന്നത്. അവിടെയൊക്കെ ഒരു സെയിന്റ് ആയിട്ടുള്ള ഫാദർ ഡാമിയൻ എന്ന് പറയുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടി അവരെ ജീവിതം ഒഴിഞ്ഞു വെച്ച് കുഷ്ഠരോഗത്താൽ മരിക്കുന്ന ഒരു സെയിന്റ് ആണ് ഫാദർ ഡാമിയൻ. അതുപോലെയുള്ള ഒരു കഥാപാത്രമാണ് ഈ പറഞ്ഞ സ്റ്റീഫൻ കൊളോവ്സ്കി. മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് ഡോക്ടർ മാക്സ് ലോബ് എന്ന് പറയുന്ന അമേരിക്കൻ ഒരു യുവ ഡോക്ടർ. അദ്ദേഹം എങ്ങനെയോ ഇവിടെ കൽക്കട്ടയിൽ എത്തിപ്പെട്ടതാണ്. എന്നാൽ അവിടെയുള്ള ഒരു അഭിസാരിക അദ്ദേഹത്തെ വഴി തെറ്റിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുപോവുകയും അദ്ദേഹം അവിടെയുള്ള ലോക്കൽ ചില കള്ളന്മാര് അദ്ദേഹത്തെ അടിച്ച് ബോധം നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു സൈഡിൽ കിടക്കുകയാണ്. മൃതപ്രായനായിട്ട് കിടക്കുമ്പോഴാണ് നല്ലൊരു ശമരിയാക്കാരനെ പോലെ, ഒരു ഗുഡ് സമരിറ്റനെ പോലെ അവിടെ സൈക്കിൾ രക്ഷ വലിച്ച് അന്നത്തെ പണി കഴിഞ്ഞ് വളരെ ബുദ്ധിമുട്ടി വരുന്ന നമ്മുടെ ഹസാരിപാൽ വഴിയിൽ വീണ് കിടക്കുന്ന ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ അടുത്തുള്ള ഒരു ഡിസ്പെൻസറിയിൽ കൊണ്ട് ശുശ്രൂഷിക്കുകയും ചെയ്തു. ഈ പറഞ്ഞ ഡോക്ടർ മാക്സ് ലോബോ യുവ ഡോക്ടറും ആ സമൂഹത്തിന്റെ ആനന്ദ് നഗർ കോളനിയുടെ ഭാഗമാണ്. ഈ ഡോക്ടർ സ്റ്റീഫനും ഡോക്ടർ മാക്സ് ലോബോവും ഫാദർ സ്റ്റീഫനും
ഡോക്ടർ ലോബവും ചേർന്ന് അവിടെ നടത്തുന്ന ആ വലിയ വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് പിന്നീട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവിടെ പല 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 സംഘങ്ങൾ കാണാം. ഈ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതികള് അല്ലെങ്കിൽ ഈ എന്താ എല്ലാവരാലും അവഗണിക്കപ്പെടുന്ന വലിയൊരു ജനസമൂഹത്തിന്റെ അവരുടെ ബുദ്ധിമുട്ടുകൾ എവിടെ പോയി ഗവൺമെന്റ് ഓഫീസിൽ പോകണമെന്നുവരികിലും എവിടെ പോയാലും അവരെ സംബന്ധിച്ചിടത്തോളം അവഗണിക്കപ്പെട്ടവരാണ്. വാതിലിന് പുറത്ത്, വരാന്തയ്ക്ക് പുറത്ത്, മുറ്റത്താണ് അവരുടെ സ്ഥാനം എന്നുള്ളത്. ഒരിടത്തും അവര് എല്ലാവരുടെയും, അത് പ്രത്യേകിച്ച് പലപ്പോഴും അവർ കടമെടുത്തിട്ടുണ്ട്. എനിക്ക് എല്ലാവരുടെയും വോട്ടിന് ഒരു വിലയായിരിക്കെ ജീവന് ഒരേ വിലയല്ല എന്നുള്ള വലിയൊരു സത്യം ഡൊമിനിക് ലാപ്പിയർ അവിടെ പ്രതിപാദിക്കുന്നു. എല്ലാവരുടെ വോട്ടിനും ഒരു വിലയാണ്, പക്ഷേ ജീവന് ഒരേ വിലയല്ല എന്നുള്ളത് അത് ഇന്നും നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന വസ്തുതയാണ്. സുഹൃത്തുക്കളെ, ഈ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്ന കഥയിലൂടെ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ വായിക്കുന്നത് ഇവരുടെയൊക്കെ ആ സന്തോഷങ്ങൾ, ഇല്ലായ്മയിൽ അവരെല്ലാവരും ഒത്തുചേർന്ന് ഇല്ലായ്മ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റുന്നു. ഒരു നവജീവന്റെ ആവിർഭാവം അത് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നു. അവിടെ ഉത്സവങ്ങൾ, കാളിപൂജ, പ്രത്യേകിച്ച് കൽക്കട്ടയിലുള്ള കാളി പൂജയൊക്കെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കാളി പൂജ അവരതിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള രീതിയിലാണ് അവരവിടെ ആഘോഷിക്കുന്നത്. അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നു ഈ സിറ്റി ഓഫ് ജോയ്, ഈ ആനന്ദ് നഗറിലെ ജീവിതം എന്നുള്ളത് അവർ ശരിക്കും ആസ്വദിക്കുകയാണ്. ചിലയിടത്ത് ഡൊമിനിക് അദ്ദേഹത്തിന്റെ ഈ നഗരത്തിൽ താമസിക്കുന്ന പലരുടെ സന്തോഷമില്ലായ്മയും ഇവിടെയുള്ള ആളുകളുടെ സന്തോഷത്തെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതിൽ അദ്ദേഹം ചില വാക്യങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് ഒരു 5 മിനിറ്റിന് ശേഷം അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. പക്ഷെ ഈ കഥ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചൂഷണങ്ങള്, ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അപച്യുതികള്, അല്ലെന്നുവരികിൽ അവരുടേതായിട്ടുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ, അതിനകത്ത് കോളർ വരുന്നുണ്ട്, അതുപോലെ അങ്ങനെ പാൻഡമിക്കുകൾ, കോളറയും അതുപോലെ തന്നെ ടൈഫോയിഡിന്റെ ഒക്കെ വലിയ പടർന്നു പിടിക്കുന്നു. അവിടെയൊക്കെ ജനങ്ങൾ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ആരും നോക്കാനില്ല. ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പോലും ആളുകളില്ലാത്തൊരവസ്ഥ. അവിടെയൊക്കെ വലിയ ദേവദൂതനെ പോലെ, നല്ല ശമരായക്കാരനെ പോലെ ഈ സ്റ്റീഫനും അതുപോലെ തന്നെ ഡോക്ടർ ലോബവും ഒക്കെ അവിടെ പ്രവർത്തിക്കുന്നു. അതിനിടയിൽ പലപ്പോഴും എന്താ പറയാ, മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ഒരു പ്രവർത്തനത്തെ കുറിച്ചും മദർ തെരേസയെ കുറിച്ചൊക്കെ അവിടെ ഇടയ്ക്കിടെ പ്രതിപാദനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലാണ് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റി, അഗതികളുടെ അമ്മയെ കുറിച്ച് അവിടെ ഒരു പ്രതിപാദനം പല ചാപ്റ്ററുകളിലും കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പലതും നമ്മുടെ മനസ്സിലേക്ക് പിടിച്ചുലയ്ക്കുന്ന പല സംഗതികളും അതിനകത്തുണ്ട്. എന്റെ മനസ്സിനെ ഇത് വായിച്ചുകൊണ്ട് പോകുമ്പോൾ എന്റെ മനസ്സിന് വളരെയധികം പിടിച്ചുലച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, എല്ലൊടിയുന്ന, നടുവൊടിയുന്ന വിധത്തിലാണ് ഈ സൈക്കിൾ രക്ഷക്കാരവിടെ പണിയെടുക്കുന്നത്. കസാരി പാലിനെ പോലെ തന്നെ നഗരത്തിലേക്ക് ചേക്കേറുന്ന പുതിയൊരാൾക്ക് ലഭിക്കുന്ന തൊഴിലാണ് ഈ സൈക്കിൾ രക്ഷ, ആളെയിരുത്തി സൈക്കിൾ രക്ഷ ചവിട്ടുക എന്നുള്ളത്. കസാരി പാൽ എല്ലുമുറിയെ പണിയെടുക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യം നശിച്ചു വരുന്നു. അദ്ദേഹം ഈ TB എന്ന രോഗത്തിന്, ക്ഷയരോഗത്തിന് അടിമയായി തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു വരികയാണ്. സൈക്കിൾ രക്ഷ ചവിട്ടാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം ചുമച്ച് വയ്യാണ്ടായിത്തീരുന്നു. എന്റെ കുടുംബത്തെ ആര് നോക്കും? അപ്പോഴാണ് കഴുകന്മാരെ പോലെ അവിടെ ചില ആളുകൾ വരുന്നത്. അവർ ഈ ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് ഡെഡ് ബോഡി അല്ലെങ്കിൽ സ്കെലിട്ടൻ, അസ്ഥികൂടം സപ്ലൈ ചെയ്യുന്ന ചില ഏജന്റുമാരാണ്. അവർ ഹസാരി പാലിനെയും മറ്റുള്ള ആളുകളെയും ഇങ്ങനെ സമീപിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡി ഞങ്ങൾക്ക് തരാമെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും രൂപ. അന്ന് ഹസാരി പാൽ 1000-ന് മുകളിലുള്ള ഒരു പൈസയ്ക്കാണ് ഇവരുമായിട്ട്, ഞാൻ മരിച്ചാൽ എന്റെ മൃതശരീരം നിങ്ങൾക്ക്, എന്റെ അസ്ഥികൂടം നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കരാറിൽ വീട്ടുകാരോട് പറയാതെ കണ്ട് ഒപ്പിടുന്നു. അങ്ങനെ ഹസാരി പാൽ സൈക്കിൾ രക്ഷ ചവിട്ടാൻ പറ്റാതെ കണ്ട് ഈ പൈസ ഇടയ്ക്കിടെ പോയി ഈ 1000 രൂപ വാഗ്ദാനം ചെയ്യപ്പെട്ട 1000 രൂപയിൽ നിന്ന് 100-ഉം 50-ഉം രൂപ വെച്ച് ഇടയ്ക്കിടെ വാങ്ങുന്നു. കുടുംബം പോറ്റേണ്ടതല്ല. അപ്പോൾ അത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പലപ്പോഴും ഈ ഏജന്റുമാര് പറയുന്നുണ്ട്, ഈ ഓഫീസിൽ പോയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അടുത്ത ഒരു മാക്സിമം, അതായത് ഏറ്റവും കൂടുതലായിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഈ ഹസാരി പാലിനെ കണ്ടിട്ടാണ് അവർ പോയി റിപ്പോർട്ട് കൊടുക്കുന്നത്. ഒരാഴ്ച, അതിൽ മേലെ പോകില്ല. ഒരു ഡെഡ് ബോഡി ഉറപ്പാണ്, ഒരു അസ്ഥിക്കൂട് ഉറപ്പാണ്, ഒരാഴ്ചയെ വേണ്ടതുള്ളൂ എന്ന് അവർ റിപ്പോർട്ട് കൊടുക്കുന്നു. ഹസാരി പാലിനെ കണ്ടിട്ട്, അവന്റെ അവസ്ഥ കണ്ടിട്ട്. സത്യം അത് തന്നെയാണ്. ഒരാഴ്ചക്കുള്ളിൽ ഹസാരി പാൽ ചുമച്ച് മരിക്കുകയാണ്. ഈ മരിച്ചു വീഴുന്ന ഹസാരി പാലിനെ മുനിസിപ്പാലിറ്റിക്കാരാണ് കൊണ്ടുപോകുന്നതെന്ന് വരികിൽ ഈ ഡെഡ് ബോഡി ഈ ഏജന്റുമാർക്ക് ലഭിക്കുകയില്ല. അപ്പോൾ ഏജന്റുമാര് പലരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി നഗരങ്ങളിൽ, ഹസാരി പാൽ മാത്രമല്ല അവനെ പോലെയുള്ള പല ചൂഷണത്തിന് വിധേയരായിട്ടുള്ള പലരും
ഇവിടെ ബോഡി ഓൾറെഡി വിറ്റിട്ടുള്ളവരാണ് മരിക്കുന്ന സമയത്ത്. അപ്പോൾ ഹസാരിബാൽ മരിച്ചവര് ശ്രദ്ധയില്ലാതെ കണ്ട്, ഈ ഏജന്റുമാര് കണ്ണിൽപ്പെടാതെ കണ്ട് ഹസാരിബാൽ മരിച്ചു വീഴുകയും ആ ഹസാരിബാലിന്റെ ബോഡി അവരുടെ വീട്ടുകാർ എടുത്തു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എടുത്തുകൊണ്ട് പോകുന്ന അറിഞ്ഞ സമയത്ത് ഈ ഏജന്റുമാരൊക്കെ അവിടെ ചെല്ലുകയും അവിടെ ഹസാരിബാലിന്റെ മൃതശരീരം അവരുടെ മതാചാര പ്രകാരം അടക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് ദഹിപ്പിക്കുവാനായിട്ടുള്ള നടപടികൾ ഇരിക്കുന്ന സമയത്താണ് ഇവർ അവിടെ ചെന്നത് ഈ ബോഡി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ബലമായി പിടിച്ചെടുക്കുന്നത്. ഈ ഏജന്റുമാരും അവരുടെ ഗുണ്ടാസംഘവുമാണ് ചെല്ലുന്നത്. അപ്പോൾ അതായത് ബോഡി പോലും ഒന്ന് അതിന് ആദരവ് കൊടുക്കാൻ പറ്റാതെ കണ്ട്, അതിന് യഥാവിധി മതാചാരപരം സംസ്കരിക്കപ്പെടാൻ പറ്റാതെ കൊണ്ടുള്ള ഒരവസ്ഥ. ആ ബോഡി ബലമായിട്ട് അവർ ഡെഡ് ബോഡി ഹസാരിബാലിന്റെ അവരുടെ നിന്ന് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെയാണ് അവരുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ, അത്രയും നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ. അവിടെയൊക്കെയും ഇതിനെക്കുറിച്ചുള്ള പ്രതിപാദനമുണ്ട് സുഹൃത്തുക്കളെ. ഏറ്റവും കൂടുതലായിട്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള ചില വസ്തുതകൾ, ഇവിടെ പറയുന്ന ചില വസ്തുതകൾ ഈ പലയിടത്തും അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് ലോകമൊട്ടാകെ കൽക്കട്ട അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് മഹാകവി രവീന്ദ്രനാഥ ടാഗോർ, വിശ്വകവിയായിട്ട് അറിയപ്പെടുന്ന രവീന്ദ്രനാഥ ടാഗോർ, അതുപോലെ തന്നെ അഗതികളുടെ അമ്മ എന്ന് പറയുന്ന മദർ തെരേസ എന്ന് പറയുന്ന അഗതികളുടെ അമ്മ. ഇവരെ കുറിച്ചുള്ള പ്രതിപാദനം അതിനകത്ത് പറയുന്നുണ്ട്. അത് വീണ്ടും അത് പ്രയർ ടു മൈ ഫാദർ എന്നുള്ള ആ കഥ, ആ ഒരു വലിയൊരു പ്രാർത്ഥന തന്നെ അദ്ദേഹം ആ രൂപത്തിൽ അവിടെ ഈ പലയിടത്തായിട്ട് അത് അവതരിപ്പിക്കുകയാണ്. where the mind is without fear, the head is held high, where the knowledge is free, where the words come out from the depth of truth, where the world has not been broken into fragments by narrow domestic walls, where the tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into dreary desert sand of dead habits, where the mind is led forward by thee into ever-widening thought and action, into that heaven of freedom. My father, let my country away. ആ ഒരു ഗീതാഞ്ജലിയുടെ 14 വരികളെ ഈ സല്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഡൊമിനിക് ലാറ്റൻ. അതിലെ വരികളെ പലയിടത്തായിട്ട് അവിടെ അദ്ദേഹം പ്രതിപാദിക്കുന്നു. അതുപോലെ വീണ്ടും പറയുന്നു, മദർ തെരേസ മരിച്ചപ്പോൾ, ഗാന്ധിജി മരിച്ചപ്പോൾ പല മഹത് വ്യക്തികളും പറഞ്ഞ അതേ വാക്ക് തന്നെ ഡൊമിനിക് ലാറ്റൻ പറയുന്നുണ്ട്. Generations may lapse to believe that such a woman in flesh and blood walked on this planet. ജനറേഷൻ തലമുറ കഴിഞ്ഞാലും ഈ ബജ്ജിയും മാംസമുള്ള ഒരു സ്ത്രീ, ഇതുപോലൊരു സ്ത്രീ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നു എന്ന് തലമുറകൾ കഴിഞ്ഞാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് അവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ, ഇവരുടെയൊക്കെ ഒരു റെമിനിസൻസ് നമുക്കവിടെ ഈ കഥയിലൂടെ ഉടനീളം കാണിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ചില കോട്ടുകൾ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള ചില കോട്ടുകളാണ്. അതിൽ ഈ ബുക്കിൽ പ്രതിപാദിച്ചുള്ള ചില കോട്ടുകളാണ്. ദ സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്നത് ഇവിടെ ദ സിറ്റി, ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? ഒരാളൊന്ന് വായിക്കാമോ ഒരു കോട്ട്? Here are some poignant and provoking quotes from the book that capture the essence of the human spirit amidst adversity. The city of joy, the city that calls for no tears. Here, every day will be a festival, every moment a dance of life against adversity. ഡാൻസ് ഓഫ് അഡ്വേഴ്സിറ്റി. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കമന്റുകൾ ഈ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. നമ്മൾ ഓർമ്മിക്കുകയാണ്, ലൈഫ് അഗൈൻസ്റ്റ്, അത് എവറി മൊമെന്റ് എ ഡാൻസ് ഓഫ് ലൈഫ് അഗൈൻസ്റ്റ് ഡൈവേഴ്സിറ്റി. ലിവ് അഡ്വേഴ്സിറ്റിയാണ് എന്ന് വരികിൽ അവർ ജീവിക്കുകയാണ്. ഓരോ ഇതിനും അവര് നോ ടിയേഴ്സ്, കോൾസ് ഫോർ നോ ടിയേഴ്സ്. അതാണ് സിറ്റി ഓഫ് ജോയ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരെണ്ണം കോട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ചില കോട്ടുകൾ ഞാൻ പ്രതിപാദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റൊരാൾക്ക് ഇതൊന്ന് വായിക്കാനായിട്ട് സാധിക്കുമോ? When everything you own has been stolen from you, when you have nothing left but your dignity, that is when you are truly free. നിങ്ങളുടെ ഡിഗ്നിറ്റി, സ്വാഭിമാനം എല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു, കവർന്നെടുക്കപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാഭിമാനമല്ലാതെ മറ്റൊന്നുമില്ല. അവിടെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുന്നത്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കട്ടെ. അവിടെ സ്വാഭിമാനം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിച്ച വലിയൊരു ശരി പ്രദേശവാസികളാണെങ്കിലും സ്വന്തം സ്വാഭിമാനം ആർക്കു മുമ്പിലും അടിയറ വയ്ക്കാത്ത ഒരു ജനസമൂഹത്തെയാണ്
ഈ ഡൊമിനിക് അവിടെ വരച്ചു കാണിക്കുന്നത്. ഒരു കോട്ട് മൂന്നാമതൊരാളൊന്ന് വായിക്കാമോ? Richest are not those who have the most, but those who need the least. റിച്ചസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോട്ടാണത്. ദ റിച്ചസ്റ്റ്, ഏറ്റവും ഒരു സമ്പന്നർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ട് കയ്യിലുള്ളവരല്ല, ഏറ്റവും കുറവ് ആഗ്രഹിക്കുന്നവര്. ഏറ്റവും കുറവ് ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ സമ്പന്നർ എന്നുള്ള വലിയൊരു കോട്ട്. അത്രയൊരു ഒരു ഇമേജറിയാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. മറ്റൊരു ബ്യൂട്ടിഫുൾ കോട്ട്, ലൈഫ് നമ്മൾ മറ്റൊരു ഫെയറി ടെയിലിനൊന്നും പോകേണ്ടതില്ല. ഇവിടെയുള്ള അനന്ത് നഗറിലെ ആളുകളുടെ ജീവിതം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം ഒരു ഫെയറി ടെയിൽ കഥകൾ എന്നൊക്കെ പറയില്ലേ നമ്മൾ, യക്ഷിക്കഥകൾ പോലെയുള്ള ഒരു കഥ. അത് നമ്മൾ പുസ്തകം വായിക്കുന്ന സമയത്ത് അവിടെ ചൂഷണങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഏതൊരു യക്ഷിക്കഥയാണോ എന്ന് പോലും സംശയിച്ചു പോകും. മറ്റൊന്നും കൂടെ പറയാം. നമ്മൾ ബുദ്ധിമുട്ട്, നമ്മുടെ സഫറിങ്ങില്, നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ കഠിനമായിട്ടുള്ള ടെസ്റ്റ് ടൈം, അവിടെയാണ് നമ്മുടെ ട്രൂവസ്റ്റ് സെൽഫ്, നമ്മുടെ തനിമ, നമ്മൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ തനിമ നമുക്ക് അവിടെയാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. ലാസ്റ്റ് ഒരെണ്ണം കൂടിയുണ്ട്, ഒന്ന് വായിക്കാമോ? It is not the place that makes us happy or unhappy, but the way we look at things. നമ്മൾ ജീവിക്കുന്ന ഇടമല്ല, നമ്മൾ എവിടെയായിരിക്കുന്നു എന്നുള്ള അതല്ല നമ്മളെ അൺഹാപ്പി ആക്കുന്നത്. പക്ഷെ നമ്മൾ ആ ഇടത്തെ ഇങ്ങനെ നോക്കി കാണുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും നല്ല സമ്പന്നത. ഈ ഡൊമിനിക് അതുപോലെ തന്നെ ഫാദർ ലോറൻസ് അവരൊക്കെ സമ്പന്നരായിട്ടുമുള്ള ഒരു ചുറ്റുപാടിൽ നിന്ന് ഇങ്ങനെ ദരിദ്രരായിട്ടുള്ള ആളുകടയിൽ നിന്ന് പ്രവർത്തിക്കാനായിട്ട് വന്നത്. നമ്മളെ നോക്കി കാണും, നിങ്ങൾ ആ സ്ഥലങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു, ഇതാണ് എൻ്റെ പ്രവർത്തന മേഖല എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് മുന്നിലേക്ക് അവർ കടന്നു വരികയാണ് ചെയ്തത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഷെയറിംഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ദ സിറ്റി ഓഫ് ജോയ് എന്ന് പറഞ്ഞ പുസ്തകം സിനിമയിലേക്ക് അഡാപ്റ്റ് ചെയ്തിട്ട് 1992 ഷബാന ഓംപുരിയും ഷബാന ആസ്മിയും ആണ് ഈ പറഞ്ഞ ഹസാരി പാൽ, അദ്ദേഹത്തിന്റെ വൈഫ് കമല പാൽ ആയിട്ട് അഭിനയിച്ച് തകർത്തിട്ടുള്ളത്, മത്സരിച്ച് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രം. അത് ഇംഗ്ലീഷിലാണ്, പക്ഷെ അതിന്റെ സബ് ടൈറ്റിൽസ് ഹിന്ദിയിൽ വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ചിത്രം വളരെയധികം ജനശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമാണ്. അതിൽ നേർക്കാഴ്ചകൾ അതിൽ പലതും കാണുന്നുണ്ട്. അതിനകത്ത് പല ക്രിറ്റിസിസവും ഒക്കെ അതിനകത്ത് പലരും അതിനകത്ത് എതിർപ്പ് പറഞ്ഞിരുന്നു. അതായത് ഇന്ത്യയുടെ ദാരിദ്ര്യം വിൽക്കുകയാണ് ലോക സമൂഹത്തിന് മുമ്പിൽ എന്നുള്ളത്. പക്ഷെ അവർ എടുത്തു കാണിച്ചത് അവിടെയൊന്നും ജീവിച്ചിരിക്കുന്ന ചൂഷണത്തെയാണ് അവർ എടുത്തു കാണിച്ചത്. അപ്പോൾ അത് അഭ്രവാളിയിലേക്ക് വന്നപ്പോൾ അതിലുണ്ടായിരുന്ന വലിയ ഒരു അട്രാക്ഷൻ, അത് മഹത്തരമായിരുന്നു എന്നുള്ളതാണ്. സിറ്റി ഓഫ് ജോയ് എന്നുള്ളത് നമ്മൾ എല്ലാവരുടെയും, ഇവിടെ കൂടിയിരിക്കുന്ന ഈ ആളുകൾ എല്ലാവരുടെയും അവരുടെ വായനാമുറിയിൽ അലങ്കരിക്കപ്പെടേണ്ട ഒരു പുസ്തകമാണ് എന്ന് ഞാൻ കരുതുകയാണ്. അത് ഒരു സ്വകാര്യ അലങ്കാരമായി നാം കൊണ്ടു നടക്കാവുന്ന ഒരു പുസ്തകമാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, ഞാൻ വായിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗർവ്, ഒരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് നമ്മുടെ രാജ്യത്തിൽ ചൂഷണം ചെയ്യപ്പെടുന്നവരുടെ, അല്ലെന്നുവരികിൽ മഹാനഗരങ്ങളുടെ നിഴലിൽ ജീവിക്കുന്ന വലിയൊരു ജനതയുടെ ഒരു നേർരേഖ ചിത്രമാണ്. അതിന് നേരെ കണ്ണടയ്ക്കപ്പെടുന്നു. മാറി വരുന്ന ഭരണകൂടങ്ങളും അതുപോലെയല്ല ഇവരെല്ലാവരും ഈ പറഞ്ഞ അന്ധകാരത്തിന്റെ, അന്ധവിശ്വാസത്തിന്റെ ഒക്കെ നീരാളിപ്പിടത്തത്തിൽ ഇവർ പെട്ടുടരുന്ന പരകോടി ആളുകൾ, പരലക്ഷമല്ല പരകോടി ആളുകൾ ഇന്നും നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ നഗരങ്ങളുടെ നിഴലിൽ ജീവിച്ചു വരുന്നു. അവരുടെയൊക്കെ ഉന്നതിക്ക് വേണ്ടി എന്തൊക്കെ ഇവിടെ നടക്കുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് നമ്മുടെ മുന്നിൽ. വീണ്ടും ചൂഷണം ചെയ്യപ്പെട്ട് വീണ്ടും അവര് ഒന്നല്ലെങ്കിൽ മറ്റൊരു ചൂഷണത്തിന്, അത് ഭൂവുടമേരായിരിക്കാം, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ചൂഷണമായിരിക്കാം, അല്ലെന്നുവരികിൽ എല്ലാ വിധത്തിലും അവരുടെ ജീവിതം തന്നെ ചൂഷണം ചെയ്യപ്പെടുന്നു. അവരുടെയൊക്കെ ആവറേജ് ജീവിത ആയുസ് എന്ന് പറയുന്നത് 50-ന് മുകളിൽ പോകാറുണ്ട്. മിക്കവരും 50-ന് മുമ്പേ തന്നെ അവർ പക്ഷെ മയക്കുമരുന്നിനും അതുപോലെ തന്നെ മറ്റുള്ളതിനും അവർ അടിമയായിത്തീരുന്നു ജീവിത സാഹചര്യങ്ങളെ കൊണ്ട്. നിങ്ങളിൽ പലരും ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കാണുകയും കേൾക്കുകയും
അതുപോലെ തന്നെ അവരെ നേരിട്ട് അവിടെ പോയി കണ്ടിട്ടുള്ളവരായിരിക്കാം മിക്കവരും. പക്ഷെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ഒരു ആഘോഷ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഉത്സവ സമയത്ത്, അല്ലെങ്കിൽ ഒരു ആഗസ്റ്റ് 15-ന് അല്ലെങ്കിൽ ജനുവരി 26-ന് അവിടെ പോയി 5 കിലോ അരിയോ അതിനുള്ള മറ്റുള്ള സാധനങ്ങൾ കൊടുക്കുന്നതിൽ ഒതുങ്ങി നിൽക്കുകയാണ് പല സംഘടനകളുടെയും ഇവരെ ഉദ്ധരിക്കുന്നതിലുള്ള പരിധി. ആ പരിധി വിട്ട് ആരും പോകാറില്ല എന്നുള്ളതാണ്. പലപ്പോഴും എൻ്റെ അനുഭവത്തിൽ ഈ കഥ വായിച്ചപ്പോൾ ഞാൻ കഥ വായിക്കുന്നതിലുടനീളം എൻ്റെതായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ ജോസുമായിട്ട് ഞാൻ ഈ ഏരിയകളൊക്കെ, അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് എഴുതുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവത്തിന് വേണ്ടി അവിടെ ജീവിക്കുകയല്ല, ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെയൊക്കെ പോയി അവിടെയുള്ള ആളുകളുടെ ജീവിതം കണ്ട് മനസ്സിലാക്കുവാൻ പറ്റില്ല, നമുക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അത്രമാത്രം ഇതാണ്. ഇത് തന്നെ നമുക്ക് ഇവിടെയുള്ള ആഗ്ര നഗരത്തിൽ തന്നെ താജ്മഹൽ എന്നുള്ള വലിയ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രതിബന്ധത്തിന്റെ കടന്ന് യമുനയുടെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ഈ ആഗ്ര നഗരത്തിന്റെ മറ്റൊരു രൂപം കണ്ടാൽ നമ്മൾ ഒരിക്കലും എന്താ പറയാ, നമ്മളൊക്കെ സ്വർഗവാതിലിന്റെ മുന്നിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഈ കുട്ടികളോട് സംവദിക്കാറുണ്ട്. നിങ്ങൾ ജീവിക്കുന്നത് സ്വർഗവാതിലിന്റെ മുമ്പിലാണ്, സ്വർഗത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുന്ന പലരാളും ചൂഷണപ്പെടേണ്ട അത്രമാത്രം ആളുകൾ നമ്മുടെ പല നഗരങ്ങളിലുണ്ട്. നമ്മൾ ഇവിടെ ജീവിക്കുന്ന അത്രയും എന്താ പറയാ, സ്വാതന്ത്ര്യത്തിന്റെ മടിത്തട്ടിലാണ്. അത് അല്ലാതെ സമ്പന്നതയുടെ അല്ലെന്നുവരികിലും സ്വാതന്ത്ര്യത്തിന്റെ മടിത്തട്ടിലാണ്. അല്ലെങ്കിൽ ദാരിദ്ര്യം അത്രമാത്രം ഇല്ലെന്നുവരികിലും തന്നെയും ഒരുവിധമൊക്കെ ഒരു അവറേജ് അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസ് മധ്യവർഗത്തിന്റെ വക്താക്കളായിട്ട് ജീവിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കെങ്കിലും വേണം ഇന്നത്തെ തലമുറ. അങ്ങനെയാണെന്നുവരികിൽ അവർക്ക് ജീവിതത്തോടുള്ള അഭിനിവേശം, ജീവിതത്തോടുള്ള കാഴ്ചപ്പാട്, അവരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മറിയുമെന്ന് ഉറപ്പാണ്. ആയതുകൊണ്ട് ഈ ബുക്ക് വായിക്കണമെന്ന് നിങ്ങൾ എല്ലാവരും, ഇതിന്റെ ഒരു പ്രതി, ഒരു കിൻഡിൽ എഡിഷൻ എങ്കിലും നിങ്ങൾ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തത് വായിച്ചിരിക്കണമെന്ന് ഞാൻ എല്ലാവരെയും ഉദ്ബോധിപ്പിക്കുകയാണ്. അങ്ങനെ ആയിരിക്കട്ടെ. അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തേജനം അത് വളരെ വലുതാണ്. നമ്മൾ കാണാത്തിടങ്ങളെ കുറിച്ച് അറിയുവാനും അവിടെ നടക്കുന്ന ചൂഷണത്തെ കുറിച്ച് മനസ്സിലാക്കുവാനും ഒക്കെ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടതെന്നുവരികിലും ഇത് നമ്മുടെ ഇതിനനുസരിച്ച് അതിലെ ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടുള്ളത് എത്ര രസകരമായിട്ടാണ് അത് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ നമ്മൾ വായിക്കുമ്പോഴുണ്ടാകുന്ന, നമ്മൾ ഇതിലൂടെ കാണുമ്പോൾ ഡൊമിനിക് ലാപ്രെ ഈ അസാരി പാലിനെ അവരെ പിടിക്കുവാനായിട്ട്, അവന്റെ ബോഡി പിടിച്ചെടുക്കുവാനായിട്ട് ആളുകൾ വിവരിക്കുന്ന വിവരണം അത്രമാത്രമാണ്. നമ്മുടെ അതിനുള്ളിൽ ഭാര്യ കരഞ്ഞു വീഴുന്നു, അങ്ങനെ മറ്റുള്ള ആ ഗ്രാമവാസി അല്ലെങ്കിൽ കോളനിയിലെ വാസികൾ എല്ലാവരും ചെന്നു. ഇത്രയും വലിയ കോളനി വാസികൾ അതേസമയം ബോഡി പിടിച്ചെടുക്കാൻ വന്ന 2 ഗുണ്ടകളുടെ മുമ്പിൽ അവർ അടിയറവ് പറയുക. അത്രമാത്രം പേടി, അവർക്ക് പേടിയാണ് അവിടെ നിൽക്കുന്ന എത്രയും മറ്റൊരു വലിയൊരു ചൂഷണവർഗം അപ്പുറത്തുണ്ട് എന്നുള്ളത്. ആയതുകൊണ്ട് എല്ലാവരും ഈ പുസ്തകം വായിക്കണമെന്നും ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ ചർച്ചകളിൽ പങ്കെടുക്കണമെന്നും അത് ഇങ്ങനെയുള്ള പുസ്തകങ്ങളായിരിക്കട്ടെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും, എന്നെ കേട്ടിരുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി. താങ്ക് യു സർ. ഒരുപാട് സന്തോഷം. എല്ലാവരും നല്ലൊരു കയ്യടി കൊടുക്കൂ സാറിന്. വളരെ മനോഹരമായ ഒരു പ്രസന്റേഷൻ. നമുക്കൊരു സിനിമയൊക്കെ കണ്ട് ഇറങ്ങിയതുപോലെ തന്നെ കൊൽക്കത്തയിലേക്ക് പോയി അവിടുത്തെ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തില് നമ്മൾ ചൂഷണത്തിന് അടിമപ്പെടുന്ന അവരുടെ ഒരു കഥ പറയുന്ന ഒരു അവസ്ഥ. ശരിക്കും നമുക്കറിയാം, മൃതശരീരം സ്വന്തം വീട്ടിൽ നിന്ന് തട്ടിയെടുത്ത് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. ശരിക്കും എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. വളരെ മനോഹരമായിട്ട് തന്നെ ഡിക്സൺ സാർ അത് അവതരിപ്പിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള അവസരമാണ്. എല്ലാവരും ഹാൻഡ് റൈസ് ചെയ്യുക. അതിനു മുൻപ് ഈ വായനോത്സവം 2024 സ്പോൺസർ ചെയ്തിരിക്കുന്നത് എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ആണ്. സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ ഗ്രൂപ്പിൽ പങ്കെടുത്തുകൊണ്ട് ആ വെബിനാറിൽ പങ്കെടുക്കുക. കൂടുതൽ നിങ്ങളുടെ കഴിവുകളൊക്കെ വർദ്ധിപ്പിക്കാനും
അതുപോലെ തന്നെ ഒരുപാട് അറിവ് നേടാനുമുള്ള ഒരു അവസരം നിങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തണമെന്ന് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ചാറ്റിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഓക്കെ, എക്സെല്ല സ്കിൽ മാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ദേശീയ അന്തർദേശീയ യൂണിവേഴ്സിറ്റികളുമായും ഓർഗനൈസേഷനുകളുമായും അസോസിയേറ്റ്